أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن الرحيم റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അറബിയിൽ ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കുകൾ അടുത്തടുത്ത് വന്നാൽ അത് സൂചിപ്പിക്കുന്നത് ആ വാക്കുകൾ തമ്മിലുള്ള വലിയ വ്യത്യാസത്തെയാണ്. റഹം സ്നേഹം, കരുതൽ, കരുണ, ഇത് മൂന്നും ഉൾക്കൊള്ളുന്നു. ഉമ്മയുടെ ഗർഭാശയം തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ സ്നേഹവും കരുണയും നമ്മെ ആവരണം ചെയ്തിരിക്കുന്നു. റഹ്മാനിലെ ആൻ എന്നത് തീവ്രതയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ റഹ്മാൻ എന്നത് തീവ്രമായിട്ടുള്ള സ്നേഹം, കരുതൽ, കരുണ എന്നർത്ഥം വരുന്നു. എക്സ്ട്രീം ലവ്, കെയർ ആൻഡ് മേഴ്സി എല്ലാം എക്സ്ട്രീമാണ്. സാധാരണ അളവിലുള്ള സ്നേഹവും കരുതലുമല്ല, സങ്കല്പിക്കാനാവാത്തത്ര സ്നേഹവും കരുതലും കരുണയുമാണ്. ആൻ എന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെയും അർത്ഥമാക്കുന്നു. അപ്പോൾ റഹ്മാന്റെ റഹ്മത്ത് ഇപ്പോൾ നമുക്ക് അളവറ്റ രീതിയിൽ അള്ളാഹുവിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹവും കരുണയുമാണ്. പക്ഷേ ഈ റഹ്മത്ത് താൽക്കാലികമാണ്. കാരണം അറബിയിൽ റഹ്മാൻ എന്ന വാക്ക് പോലെ ജൗആൻ, അതിഷാൻ എന്നതിന് അതിയായ വിശപ്പ്, അതിയായ ദാഹം എന്നൊക്കെ അർത്ഥം വരുന്നു. പക്ഷെ ഈ ദാഹവും വിശപ്പും എന്നെന്നും നിലനിൽക്കുന്നതല്ല. അതുപോലെ തന്നെയാണ് റഹ്മാന്റെ റഹ്മത്തും. അത് താൽക്കാലികമാണെങ്കിൽ പോലും സ്വയം മാറുന്നില്ല. ദാഹിച്ചാൽ ദാഹം വെള്ളം കുടിക്കുന്നത് വരെ സ്വയം മാറുന്നില്ല. വിശന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വരെ സ്വയം മാറുന്നില്ല. അള്ളാഹുവിൻ്റെ സ്നേഹവും കരുണയും അത് സ്വയം നാം നീക്കം ചെയ്യുന്നത് വരെ നമ്മിൽ നിന്നും മാറുന്നില്ല. അള്ളാഹു ഒരിക്കലും അത് സ്വയം എടുത്തു കളയുന്നില്ല. അള്ളാഹു ഓരോ നിമിഷവും നമുക്ക് സ്നേഹവും കരുതലും തരുന്നു. പക്ഷേ നാം ചെയ്യുന്ന ചില പ്രവൃത്തികൾ മൂലം അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടുന്നതിൽ നിന്നും നാം സ്വയം അയോഗ്യരാകുന്നു. അപ്പോഴാണ് അള്ളാഹു പറയുന്നത് അവൻ റഹീമും കൂടിയാണെന്ന്. റഹീം ആ വാക്കിലെ നീട്ടമുള്ളതുപോലെ തന്നെ എന്നെന്നും നിലനിൽക്കുന്ന റഹ്മത്തിനെ അർത്ഥമാക്കുന്നു. എന്നാൽ റഹീമിന്റെ റഹ്മത്ത് ഇപ്പോൾ ലഭിക്കുന്ന ഒന്നല്ല, അത് നാളെ മുഅ്മിനീങ്ങൾക്ക് ജന്നത്തിൽ എന്നെന്നും ലഭിക്കാൻ പോകുന്ന റഹ്മത്തിനെയാണ് അർത്ഥമാക്കുന്നത്. അതായത് റഹ്മാന്റെ റഹ്മത്ത് അളവറ്റ രീതിയിൽ ഓരോ നിമിഷവും നാം അള്ളാഹുവിൽ നിന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മത്തിനെയും റഹീമിന്റെ റഹ്മത്ത് നാളെ ജന്നത്തിൽ വെച്ച് മുഅ്മിനീങ്ങൾ അനുഭവിക്കാൻ പോകുന്ന റഹ്മത്തിനെയും സൂചിപ്പിക്കുന്നു എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാണ് അള്ളാഹു റഹ്മാൻ ആദ്യവും റഹീം രണ്ടാമതും പറഞ്ഞത്? കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴും മനുഷ്യൻ ആദ്യം വേവലാതിപ്പെടുന്നത് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്താണ്. അതിനുശേഷം മാത്രമാണ് നാളെക്കുറിച്ച് അവന് ഭയമുള്ളൂ. വലിയ വിശപ്പിലായിരിക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് എന്ന് മറ്റൊരാൾ ചോദിച്ചാൽ ആദ്യം ഇപ്പോഴത്തെ വിശപ്പകറ്റാൻ എന്തെങ്കിലും തരൂ എന്നാകും ഒരാളുടെ ഉത്തരം. അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന നാമം നമ്മുടെ ഇന്നിനും റഹീം എന്ന നാമം നമ്മുടെ നാളേക്കുമുള്ള കരുണയാണ്. അതിലൂടെ അള്ളാഹു പറയുന്നു, ഭയപ്പെടേണ്ട, അള്ളാഹു ഇന്നും എന്നും നമ്മോടൊപ്പമുണ്ട്. അവൻ്റെ കാരുണ്യം അനന്തമാണ്, അത് എന്നും നമ്മെ ചേർത്ത് പിടിക്കും. ഈ ലോകത്തെ നമ്മുടെ അവസ്ഥ ഗർഭാശയത്തിലെ ഒരു കുഞ്ഞിനെ പോലെയാണ്. കുഞ്ഞ് തനിക്ക് ഭക്ഷണം നൽകുന്ന, പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന ഉമ്മയെ കാണുന്നില്ല. സുഖമായി ഉമ്മയുടെ ഗർഭാശയത്തിൽ ജീവിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇഹലോക ജീവിതത്തിൽ നമ്മളും. നാം നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന അള്ളാഹുവിനെ നേരിട്ട് കാണുന്നില്ല. പക്ഷെ അവൻ്റെ റഹ്മത്ത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഒരു നാൾ ആ കുഞ്ഞ് പുറത്തേക്ക് വരികയും ഉമ്മയെ കാണുകയും ചെയ്യും. അതുപോലെ ഇഹലോക ജീവിതം വെടിഞ്ഞ് ഒരു നാൾ നമ്മളും പുറത്തേക്ക് വരും. അന്ന് ജന്നത്തിൽ ചിലരുടെ മുൻപിൽ വെളിച്ചം കൊണ്ടുള്ള മറ നീക്കി അള്ളാഹു നേരിട്ട് പ്രത്യക്ഷപ്പെടും. അവനോട് അല്ലെങ്കിൽ അവളോട് നേരിട്ട് സംസാരിക്കും. അന്ന് ആ ആത്മാവ് നിർവൃതിയടങ്ങും. അന്നേ ദിവസം ചില മുഖങ്ങൾ പ്രകാശമുള്ളതായിരിക്കും. അവയുടെ റബ്ബിനെ നോക്കിക്കൊണ്ടേയിരിക്കും. വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിനെ നേരിട്ട് കാണാനും അവനോട് സംസാരിക്കാനുമുള്ള ഭാഗ്യം ലഭിക്കട്ടെ. ആമീൻ.